നമ്മുടെ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്നത്. ഞങ്ങൾ ഹൈലാൻഡ്, ബാക്കു ഹൈലാൻഡ് അവിടെ എത്തി. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഫ്ലെയിം ടവേഴ്സ് തീയിൻ്റെ ആകൃതിയിലും, പിന്നെ അസർബൈജാനി ഫ്ലാഗും, അതിന് തൊട്ടടുത്തൊരു പില്ലറിൻ്റെ മുകളിൽ തീ കാണാം. ഇവിടെ അസർബൈജാനിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നാച്ചുറൽ ഗ്യാസ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതേപോലെ പണ്ട് ഇവിടുത്തെ ഒരു എത്നിക് ഗ്രൂപ്പ്, റിലീജിയസ് ഗ്രൂപ്പാണ് സൊറാസ്ട്രിനിസം. അവർ ഈ തീനാണ് ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ അസർബൈജാനെ ലാൻഡ് ഓഫ് ഫയർ, തീൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ടവേഴ്സും അതിൻ്റെ മോണിമെൻറ്റ്സാണ് ബാക്കിൽ കണ്ടത്. എന്തായാലും നമുക്ക് ഹൈലാൻഡ് ബാക്കൂലുള്ള ബാക്കി മോണിമെൻറ്റ്സും ഓപ്ഷൻസും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ മുകളിൽ കയറി വന്നപ്പോൾ കുറേ ടോംബ് കാണുന്നുണ്ട്, നമ്മളെ സെമിത്തേരി പോലെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ അതന്നെ അവർ രക്തസാക്ഷിയായതോ അതിൻ്റെ ടോംബായിരിക്കും. എന്നാലും അവരുടെ പേര് ശ്രദ്ധിച്ചുണ്ട്, എല്ലാം വീയിൽ അവസാനിക്കുന്നത്. എല്ലാ വാക്കിലും വി ഉണ്ട്. അത് ഇവരുടെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറിസ്റ്റിക് ആണത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗ്ലൗസ് വണ്ടിയിൽ വെച്ചു, ഗ്ലൗസ് എടുത്താൽ മതിയായിരുന്നു. ഫുള്ള് കബറാണ്. അവരുടെ പേരൊക്കെ റുസ്തനാവ്, മുസ്തവസിക്സ്, ഇവരുടെ അസർബൈജാനി ഭാഷയില. അവർ ജനിച്ച വർഷം അവരുടെ മരിച്ച വർഷം ഇവിടെ കാണാണ്ട്. താഴെ ഇവിടെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തോ രക്തസാക്ഷിത്വം വഹിച്ചവരാ എല്ലാരും മരിച്ചിരിക്കുന്നത് ഒരേ ദിവസം. ശരിയാ. അപ്പൊക്കെ തോന്നുന്നേ പിന്നെ മറ്റേ യുദ്ധപരമായിട്ടുള്ള വംശഹത്യ ഉണ്ടായില്ലേ, ഞാൻ പറഞ്ഞില്ല, മറ്റേ രാജ്യം, അവരുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇതായിരിക്കണം. എല്ലാവരും മരിച്ചേക്കുന്നത് ഒരു ദിവസമാണ്. 1990 ജനുവരി 1, അല്ല ജനുവരി 20-ആം തീയതിയാണ് മരിച്ചേക്കുന്നത്. അപ്പം എന്തോ കാര്യമായിട്ടുള്ള ഒരു എന്തോ എനിക്ക് തോന്നുന്നു വംശഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ആണ്. അർമേനിയയായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ടവറിൻ്റെ അടുത്ത്, അതിന് അടിയിലൊക്കെ തീ, നല്ല കാറ്റും നല്ല തീയും. അങ്ങനെ അഭിയായി തണുപ്പൊക്കെ ഉണ്ട്. സ്നോ ഒന്നുമില്ലെങ്കിലും നല്ല വിൻഡിയാണ്, തണുത്ത കാറ്റടിക്കുന്നത്. അത് തീയുണ്ട് കേട്ടോ, നല്ല തീയുണ്ട് അതിൻ്റെ ഉള്ളിലേ. അത് പോയി നോക്കി നോക്കാം. പിന്നെ ഇവരുടെ ഒരു വലിയൊരു ടവർ, ഇതൊരു പേരുണ്ട്, ഇത് പേരായിരിക്കും. ഇത് കണ്ടോ, ഇത് എങ്ങനെയാണല്ലേ ഇത് ഇവർ സെറ്റ് ചെയ്തേക്ക് ഒന്നും, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിന് അത് ബന്ധമുണ്ടോ? ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും ഇവിടെ. ഗൈസ് നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ ബാക്കിൽ സംഭവം കാണിച്ചു തരട്ടെ. ഇതാണ് ലോകത്തിലുള്ള ഏറ്റവും വലിയ തടാകം, വേൾഡ്സ് ലാർജസ്റ്റ് ലേക്ക് എന്നറിയപ്പെടുന്ന കാസ്പിയൻ സീ. കാസ്പിയൻ സീ ആണ് ലോകത്തെ ഏറ്റവും വലിയ ലേക്ക് വിസ്തൃതിയിൽ. ഇത് ഒത്തിരി രാജ്യങ്ങളുടെ കവടാണ്. ഇത് അസർബൈജാൻ, റഷ്യ, ഈവൻ കസക്കിസ്ഥാൻ, ഇറാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളായിട്ട് കാസ്പിയൻ സീ കവടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു ഫ്ലാഗ് പാറുണ്ട്. കാസ്പിയൻ സീ കണ്ടോ, ലോകത്തെ ഏറ്റവും വലിയ ലേക്കാണ്. അതാണ് നമ്മളെ വേമ്പനാട്ടുകായലും അഷ്ടമുടിക്കായലും പിയ്യങ്കായലും പിന്നെ കണ്ടതാമൊക്കെ. ഇതൊരു അരീനയാണ്, എന്തോ സെന്ററാണ്. ഇവിടെ ഗെയിംസ്, അതേപോലെ
കൺസേർട്ട്, പാട്ട്, മ്യൂസിക്കിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നടക്കാറുണ്ട്. ഓ, കേട്ടില്ല കേട്ടോ, നല്ല തണുപ്പാണ്. ബാക്കു ഫ്ലെയിം ടവേഴ്സിന്റെ ക്ലോസ് വ്യൂ അത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അസർബൈജാൻ നഗരം ഫുള്ള് കാണാം. അവിടെ ഇങ്ങനെ ഒതുക്കലായിട്ട് തന്നെ കാസ്പിയൻ സീ. ഇതാണ് ബാക്കു ഹൈലാൻഡ്. പിന്നെ അവരുടെ ഒരു വേറെ ടവർ, അതിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഇതും ഒരു ഫേമസ് ടവർ അവരുടെ. അങ്ങനെ മൊത്തം ഞങ്ങള് ഹൈലാൻഡ് ടവർ കഴിഞ്ഞു. ടവർ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് കാണിച്ചത് ബാക്കു ഐയുടെ തൊട്ടടുത്ത് എത്തിക്കണം. അതിന്റെ ബാക്കിൽ കാണുന്ന ഫ്ലാഗ് ഇല്ലേ, അതെന്താണ്? വേൾഡ് ബിഗ്ഗസ്റ്റ് ഫ്ലാഗ്. ഗിന്നസ് റെക്കോർഡുള്ള ഒരു ഫ്ലാഗാണ്. വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ഫ്ലാഗ് ആണ്. അത് അത്യാവശ്യം വലിപ്പമുണ്ട് അത്. പിന്നെ നമ്മുടെ അടുത്തൊരു മോളുണ്ട്. മോളിൽ ഇപ്പം എന്തായാലും ഞങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് കയറാവുന്നതൊക്കെ ഉള്ളൂ. അതിനുശേഷം ഒരു കാർപ്പറ്റ് മ്യൂസിയം അവിടെ ഉണ്ട്. അപ്പോൾ കാർപ്പറ്റ് മ്യൂസിയം ഒന്ന് പോയോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. അങ്ങനെ മക്കളെ ഞങ്ങള് ഒരു മോളിൽ കയറി. അവിടെ കാണിച്ചു തരുന്ന മോൾ ഉണ്ടായിരുന്നില്ല, ആ മോളില് ഡെന്നീസ് മോളിൽ അടിപൊളി മോളാട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദുബായിൽ നിന്ന് വരുന്നവർക്ക് എന്ത് മോളാണ്, അങ്ങനെ നോക്കുമ്പോൾ മോളല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്തൊരു മോളായിരുന്നു. നമ്മുടെ ബാക്കിൽ ഇവിടെ ഉള്ളത് കാർപ്പറ്റ് മ്യൂസിയം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അസർബൈജാൻ ഈസ് ഫേമസ് ഫോർ കാർപ്പറ്റ്സ്. ഇവര് കാർപ്പറ്റ്സ്, അത് നല്ല അടിപൊളി ക്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള കാർപ്പറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഞങ്ങള് കാർപ്പറ്റ് മ്യൂസിയത്തിനുള്ളിൽ കയറാൻ പറ്റുമോ നോക്കിയോട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മളെ ഇറ്റലിയിലെ വെനീസിനൊക്കെ പോലെ, ഇറ്റലിയിലെ വെനീസ് പോലെ ബാക്കു ബോളിവ്യാഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, വെള്ളത്തിന്റെ ഒരു സംഭവം. അവിടെ കൂടി പോവാൻ നമുക്ക് കാണിച്ചു തരാം. നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ, നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളും, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്ലെയിം ടവേഴ്സ് ഇപ്പോഴും കാണാം. ബാക്കില് കാസ്പിയൻ സീ ഉണ്ട്, അടിപൊളി. കാർപ്പറ്റ് മ്യൂസിയത്തിന്റെ നേരെ ഫ്രണ്ടിലാണ് ബാക്കു ബോളിവ്യാഡ്. ഇതാണ്ടാ ഇറ്റലിയിലെ വെനീസിൽ പോയ പോലെ ഉണ്ട്. ഇതിൽ ചെറിയൊരു ബോട്ടിങ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, അടിപൊളി. അപ്പോൾ ഗൈസ് ഞങ്ങള് കാർപ്പറ്റ് മ്യൂസിയവും ബാക്കു ബോളിവ്യാഡും കഴിഞ്ഞിട്ട് ബാക്കു ഓൾഡ് സിറ്റി എത്തിക്കുകയാണ്. ഓൾഡ് സിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ശരിക്കും നമ്മുടെ നാട്ടിലെ പാലക്കാടൻ ടിപ്പു സുൽത്താൻ്റെ കോട്ടയൊക്കെ പോലത്തെ ഒരു കോട്ട പോലെ ഉണ്ടാ, ഒരു അടിപൊളി കോട്ട. എന്തായാലും കയറി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈസാം സ്ട്രീറ്റിലും പോകുന്നുണ്ട് കേട്ടോ. ബാക്കു ഓൾഡ് സിറ്റിയുടെ കാഴ്ച കാട്ടുന്നത് പഴയ ബിൽഡിംഗ് ആണ്, അത്യാവശ്യം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ആർക്കിടെക്ചറൊക്കെ ഏകദേശം സെയിം തന്നെയാണ്, പുതിയ ബിൽഡിംഗ്. പക്ഷെ ഇത് നമുക്ക് ബിൽഡിംഗ് കണ്ടതാണ്, കുറച്ച് പഴയ ബിൽഡിംഗ് ആട്ടോ. ഇത് കോട്ടയുടെ മതിലാണ്, പഴയ ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ ആൾക്കാർ ഇപ്പോഴും എന്താ പറയാ പിച്ച് എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇവിടൊക്കെ പിച്ച് എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളെ ഷോപ്പിലോട്ടൊക്കെ നമ്മൾ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അസർബൈജാനി സുവനിയേഴ്സ് ഉണ്ടോ, സുവനിയേഴ്സ് ഉണ്ട് അസർബൈജാനി. ടെമ്പറേച്ചറിൽ യാതൊരു മാറ്റമില്ല കേട്ടോ, നല്ല ക്ലൈമറ്റും. അങ്ങനെ സിറ്റിയിൽ പിന്നെ സ്നോഫാൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജാ, സ്ലിപ്പ് ആവുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓ കിടിലം ബിൽഡിംഗ് കേട്ടോ, പഴയ കോട്ടയം തോന്നുന്നു. ഞാനേ ഞങ്ങള് ഓൾഡ് സിറ്റിയില് അവിടെ ജസ്റ്റ് ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല വൈബുള്ള ഒരു ഹോട്ടലാട്ടോ, നല്ല ക്യാപ്പച്ചിനോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ക്യാപ്പച്ചിനോ. ഈ ഓൾഡ് സിറ്റി എന്ന് പറയുന്നത് ഇതിനുള്ളിൽ തന്നെ അത്യാവശ്യം ഷോപ്പിംഗ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനുള്ളിൽ തന്നെ കുറേ ബസ് സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പ് അതിനർത്ഥം ഇതിനുള്ളിൽ കൂടെ ബസ് പോകുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഉണ്ടാവും ഇതിനുള്ളിൽ കൂടെ. പിന്നെ ഫാമിലി ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാക്കേജ് ഇല്ലാണ്ടൊക്കെ വരാം. ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയുക നൊമാഡിനെ പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ഇവിടുത്തെ പ്ലാൻ അനുസരിച്ചിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്നൊന്നുമില്ല, അത്രേ ഉള്ളൂ. എല്ലാം ആക്സസബിളാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പിന്നെന്താ പറയുക,
എല്ലായിടത്തേക്കും ഈവൻ ടാക്സി പോലും ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ബോൾട്ട്, നാട്ടിലെ പോലെ ഊബർ ഒന്നുമില്ല. ഇവിടെ ബോൾട്ട്, വോൾട്ട് അങ്ങനെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ. ഊബർ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഊബർ ആക്റ്റീവ് അല്ല. അതിനേക്കാൾ കൂടുതൽ ബോൾട്ട് ആണ്, ഒരു ഗ്രീൻ കളർ ആപ്ലിക്കേഷനാണ് ബോൾട്ട്, BOLT. അസർബൈജാന്റെ പഴയ ഒരു ബിൽഡിങ്ങുകളാട്ടോ അതൊക്കെ. ഓൾഡ് സിറ്റി എന്നുള്ള ലെവല് നേരത്തെ പറഞ്ഞ പോലെ. നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി കമ്പാരിറ്റീവ്ലി ചീപ്പാട്ടോ. ഇവിടെ മോളിലും അവിടെയൊക്കെ പോയി നോക്കുന്ന പോലെ അല്ല, കമ്പാരിറ്റീവ്ലി ചീപ്പാ. ഈ ഒരു ഇതിൽ കയറിയിട്ട് ഞങ്ങൾ ബക്ലാവ കഴിച്ചു, കൊടുത്തെ സ്വീറ്റ്. നമ്മളവിടെ അവൈലബിൾ ആണ്, പക്ഷേ ഇവിടുത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിച്ചാണ്. പിന്നെന്താ, അടിപൊളി അതായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് സുവിനിയേഴ്സ് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടോ. ഒത്തിരി റെസ്റ്റോറൻറ്റും എല്ലാവരും വലിച്ചിട്ടാട്ടോ. ഇവിടുത്തെ തണുപ്പ് അത്രയും തണുപ്പാണ്. ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ അവൈലബിൾ. സുവിനിയേഴ്സ് ഉണ്ട്, പിന്നെ ഉണ്ടോ വലിയ എക്സ്പെൻസീവ് അല്ല, പക്ഷെ UAE വെച്ച് നോക്കുമ്പോൾ ചീപ്പാണ്. ഇപ്പം ഇവിടെ 4 വന 5 വന എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ UAE ഒരു സുവിനീർ വാങ്ങിക്കാൻ ചിലപ്പോൾ ചുരുങ്ങിയത് 30-40 ദിർഹംസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓൾഡ് ബാക്കുവിൻ്റെ തൊട്ട ഫ്രണ്ടിൽ കാണുന്ന എന്താ പറയുക സ്റ്റാച്യൂസും മറ്റു കാര്യങ്ങളും കേട്ടോ. ഇതാണ് ആ ഫോർട്ട്. എന്താ ശരിക്കും ഒരു യൂറോപ്യൻ റഷ്യൻ ആർക്കിടെക്ചറിനാണ് ഇവിടെയും ഉള്ളത്. എനിക്ക് തോന്നുന്നു ഏഷ്യൻ കൾച്ചറായിട്ട് വളരെ അധികം മിംഗ്ലിങ് ഇവർക്ക് കുറവാണ്. കുറേ കൂടി ഇവരുടെ കൾച്ചർ യൂറോപ്യൻ കൾച്ചറാണ്. ഗൈസ്, ഞങ്ങളെ ഇതാണ് ആ കോട്ട. ഇവിടുന്ന് അപ്പോൾ ഞങ്ങൾ ഓൾഡ് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ നൈസാമി സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടേ. നൈസാമി സ്ട്രീറ്റ് അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ ബാക്കുവിൽ പൊതുവെ ആൾക്കാർ എവിടെ വിസിറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ഒരു സ്ട്രീറ്റാണ് നൈസാമി സ്ട്രീറ്റ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ പോയ ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു നൈസാമി സ്ട്രീറ്റ് എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും 26 ആണ് ഡിസംബർ. ക്രിസ്മസ് കഴിഞ്ഞു. ക്രിസ്മസിന് നല്ല ഒത്തിരി ആക്ടിവിറ്റീസും എന്താ പറയുക നല്ലൊരു വൈബാണെന്നാണ് പറയുന്നത് സ്ട്രീറ്റ്. പോയി നോക്കിയോട്ടെ എന്താ അവസ്ഥ എന്ന്. ഇതാണ് ഫോർട്ട് കേട്ടോ, ഓൾഡ് ഫോർട്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾഡ് സിറ്റി എന്നുള്ള കാര്യങ്ങൾ. ഇതെന്തോ ഇവിടുത്തെ ഫേമസ് ഗവൺമെന്റ് ബിൽഡിങ്ങാ എന്തോ എഴുതിയിട്ടുണ്ട്. അസർബൈജാനി റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തോ അങ്ങനെ എന്തോ അസർബൈജാനി അസേരി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ. പിന്നെ നമ്മൾ ഈ വഴിയിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നൈസാമി സ്ട്രീറ്റോട്ട് കയറാൻ പറ്റുന്നതാണ് തോന്നുന്നത്. പോയി നോക്കാം. അങ്ങനെ നമ്മളെ നൈസാമി സ്ട്രീറ്റ് എത്തി. നൈസാമി സ്ട്രീറ്റ് എത്തിയതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ മിക്കി മൗസിൻ്റെയും മറ്റേതൊക്കെ അവരുടെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാർ വരും ഇവിടെ. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുക അതെടുക്കാന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന ഒക്കെ നമുക്ക് എടുക്കാന്നുള്ള ലെവലിൽ അവർ വെറുതെ ഒന്ന് നിൽക്കാനായിരിക്കും. പക്ഷേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പൈസ ചോദിക്കും. പൈസ കൊടുക്കുന്നുണ്ടല്ല, പക്ഷേ അങ്ങനെയാണെന്ന് അവർ നേരത്തെ പറയണം. ക്യാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊരു ക്യാഷ് ചോദിക്കും. എന്തൊരു ക്യാഷ് കൊടുക്കാതെ പോകുന്നാലും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണും. ഞാൻ അർമേനിയ പോയപ്പോൾ ഇതേ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അതിന് രക്ഷപ്പെട്ടു. ഒത്തിരി ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം, വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ. മെയിനായിട്ട് ഫുഡ് കോർട്ടുകളാണ് ഒരുപാട്. ഔട്ട്ഡോർ പുറത്തോട്ടുള്ള ഫുഡ് കോർട്ട്, പിന്നെ ഡെസേർട്സ്, ഐസ്ക്രീംസ് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, സ്വീറ്റ്സ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഇനി ഈവൻ നമുക്ക് ഒരു ഹെയർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതേപോലെ നമ്മളെ സ്റ്റൈലിഷ് ആക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ചെയ്തു തരും. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഇവിടെ ഫുഡാണ് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ അഭിയ? ഫുഡാണ് കുറച്ച് എക്സ്പെൻസീവ് തോന്നിയത്. പക്ഷെ സാധനങ്ങൾക്ക് ഐറ്റങ്ങൾക്കൊന്നും വലിയ എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. ഫുഡ് ഭയങ്കര ഞങ്ങൾ 1-2 സുവിനിയേഴ്സും ഒക്കെ വാങ്ങിച്ചു. കുഴപ്പമൊന്നും വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. ഫുഡിന് ഒരു രക്ഷയില്ല. ഫുഡിന് 2 ഭക്ഷണം കഴിക്കുമ്പോഴേക്കും 100 ദിർഹം, 2 പേര് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരം കഴിക്കാൻ 100 ദിർഹംസായി. അത് ഭയങ്കര എക്സ്പെൻസീവാ. അങ്ങനെ നൈസാമി സ്ട്രീറ്റിന്റെ കുറച്ച് ഭാഗങ്ങളത്. ഇവിടുന്ന് ഒരു അണ്ടർപാസ്, സബ്വേ പോലെ അണ്ടർപാസ് ഉണ്ട്. ഫുള്ള് ലൈറ്റില് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറി വെക്കാം.
വാവ്, നല്ല ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. മൈസാമി സ്ട്രീറ്റ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ് ബാക്കുല. പിന്നെ അവിടെ കുറെ ചിൽഡ്രൻസ് പാർക്ക് പോലെ ഒത്തിരി ഇവന്റ്സ് ഉണ്ട് കേട്ടോ. ആ ഏരിയയിലൊക്കെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരു പാർക്ക് പോലെ. കുട്ടി, എന്താ തോന്നണേ മൈസാമി സ്ട്രീറ്റിൽ നിൽക്കുമ്പോ? എന്താ ഫീൽ ചെയ്യണേ? പറ. നമ്മുടെ നാട്ടില് നമ്മ കോഴിക്കോടൊക്കെ പോയുണ്ടാവില്ലേ, മിഠായിത്തെരുവൊക്കെ പോയല്ലേ? പക്ഷെ അതിനേക്കാളും പക്ഷെ അലുവല്ല ഇവിടെ, അലുവല്ല, വൈബാണിത്. രസാണ് ഇവിടെ, നല്ല ക്ലൈമറ്റ് ആണ്, സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പറ. ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്. അല്ല ഞാൻ പറഞ്ഞു, വേറെ പറ. ഇവിടെ നല്ല ടെമ്പറേച്ചർ ആണല്ലേ? നല്ല ടെമ്പറേച്ചർ. കേട്ടാ, ഞങ്ങളെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലോട്ട് കയറി കേട്ടോ. നല്ല തിരക്കാണ്, കാല് കുത്താൻ സ്ഥലമില്ല. കാണിച്ചുതരാം. അങ്ങനെ ദൂരെ ക്രിസ്മസ് ട്രീയും കാണാം. ക്രിസ്മസ് ആയോണ്ടേ, ലീവ് ആയതും ഒത്തിരി ആൾക്കാർ ഷോപ്പിങ്ങിനും ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ. മലയാളീസ് കുറവാണ്, മലയാളീസിനെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസിനാണ്. ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഇവിടെ ഉണ്ട്. ഞങ്ങളെ ഈ സാധനം വാങ്ങിച്ചു. പിന്നെന്താ പറയാ, പൊട്ടാറ്റോ ലോലിപോപ്പ്. പൊട്ടാറ്റോ എനിക്കറിയില്ലട്ടോ, ശരിയാണോ? ഇതിലിവരുടെ ഒരു സ്പെഷ്യൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിച്ചോളാം. ഞാൻ പറഞ്ഞ മേടിച്ചിട്ട് എനിക്ക് തരുന്നില്ല. കഴിച്ച അഭിപ്രായം പറ. കുത്തി കേറിപ്പോ. ഉണ്ട്, ഗായ്സ്. നമ്മളെ ക്രിസ്മസ് ട്രീയുടെ അടുത്തെത്തി. ക്രിസ്മസ് ട്രീയുടെ അങ്ങ് ദൂരെ കണ്ടോ, നമ്മള് ബാക്കു ടവേഴ്സാണ് കാണുന്നത്. ഫ്ലെയിം കണ്ടോ, തീ ഇങ്ങനെ കത്തുന്നേ. ഇതിന്റെ ക്ലോസ് അപ്പ് ഷോട്ട് ഞാൻ കാണിച്ചു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഞങ്ങള് എന്താ പറയാ, മറ്റേ ഇതിനെ കഴിച്ചു, ഓട്ടനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവരുടെ ഒരു സംഭവം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ നമ്മള് മോശം പറയാൻ പാടില്ലല്ലോ അല്ലേ? ബാക്കു ഫ്ലെയിം ടവേഴ്സിനാ കാണുന്നത് കേട്ടോ. അവിടെ കൊടി നോക്ക്. ഞങ്ങള് ഇവിടെ കുറച്ച് ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്, ഗെയിം കളിക്കാൻ പോകട്ടോ. അപ്പൊ ഒരു കാർഡ് 3 മനാത്ത കളിച്ച ഒരു ഗെയിം കളിക്കാം. അവിടെ കുറെ ഗെയിം ഉണ്ട്, 10-15 ഗെയിമുകളുണ്ട്, ഏത് കളിക്കാം. കളിച്ചു നോക്കാം എന്താ അവസ്ഥ. അപ്പൊ അതില് 7 ബോളുണ്ട്, ഒരെണ്ണം വീണ അവിടെ സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല വീഴോ? രണ്ട് കയറില്ലേ, 3 മനത്ത് പോയി. One, 2, ഏത് കിച്ചൻ എടുക്കാം? കിച്ചനെ ഏത് കൊടുക്കാട്ടാ? ഇത്
രസല്ലേ? ആ എന്നാ എടുത്തോ. ഓക്കെ.